അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ മാസം അജ്മീർ ഖാജ തങ്ങളെ മാസമാണ്. പ്രിയപ്പെട്ടവരെ, സുൽത്താനുൽ ഹിന്ദ് അതാഉർ റസൂൽ ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ അൽ-ചിശ്തി അൽ-അജ്മീരി അസ്-സഞ്ജരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ആണ്ടിന്റെ മാസമാണ് പരിശുദ്ധമായ റജബ്. ഇന്ന് റജബ് 2 ഇൻഷാ അല്ലാഹ് റജബ് 6 ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് അതാഉർ റസൂൽ ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ അൽ-ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ആണ്ടിന്റെ ദിവസം അത് റജബ് 6 മുഅ്മിനീങ്ങളെ, ആ റജബ് 6 അജ്മീർ ഖാജ തങ്ങളെ ആണ്ടിന്റെ ദിവസമാണല്ലോ. ഇൻഷാ അല്ലാഹ് റജബിന്റെ അവസാനത്തിൽ നമുക്ക് ഖാജ തങ്ങളെ ആണ്ട് നമ്മുടെ മജ്ലിസിൽ നടത്തണം. ഇൻഷാ അല്ലാഹ് റജബിൽ ഏതെങ്കിലും ഒരു ദിവസം ഇൻഷാ അല്ലാഹ് ഞാൻ അറിയിക്കും. ആ ദിവസം നമുക്ക് ഖാജ തങ്ങളെ ആണ്ട് നടത്തണം. വലിയ മഹാനല്ലേ അജ്മീർ ഖാജ തങ്ങൾ. ആ ഖാജ തങ്ങളുടെ ആണ്ട് റജബിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് നടത്തണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അതിന്റെ മുമ്പ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അജ്മീർ ഖാജക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹദിയയാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതിന് ചരിത്രങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ചരിത്രങ്ങൾ നമുക്ക് പറയണം. അജ്മീർ ഖാജ തങ്ങൾക്ക് ഏറ്റവും അവിടുത്തേക്കുള്ള ഹദിയകളിൽ ഇഷ്ടപ്പെട്ടത് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്. അതുകൊണ്ട് എല്ലാവരും ചുരുങ്ങിയത് ഒരു 1001 സൂറത്തുൽ ഇഖ്ലാസ് എങ്കിലും ഓതി വെക്കണം. ഖാജ തങ്ങൾ ആണ്ട് വരുമ്പോഴത്തേനും ലക്ഷക്കണക്കിന് വരുന്ന സൂറത്തുൽ ഇഖ്ലാസുകൾ അജ്മീർ ഖാജയിലേക്ക് സമർപ്പിച്ച് നമുക്ക് ദ്വാരക്കണം. ഇൻഷാ അല്ലാഹ് ആണ്ട് റജബ് അവസാനത്തിലേക്ക് നമ്മുടെ മജ്ലിസിൽ നടക്കുക. അതുകൊണ്ട് അത് നമുക്ക് വിശാലമായി നടത്തണം ഇൻഷാ അല്ലാഹ്. അപ്പോഴത്തേക്ക് എല്ലാവരും സൂറത്തുൽ ഇഖ്ലാസ് ഓതി വെക്കണം. റജബ് 6 അവിടുത്തെ വഫാത്തിന്റെ ദിവസം ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ അൽ-ചിശ്തി അൽ-അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അജ്മീർ ഖാജ തങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. ഇന്ത്യയിലേക്ക് അജ്മീർ ഖാജ തങ്ങൾ വരുന്നത് അത് മുത്തുനബിയുടെ സമ്മതപ്രകാരമാണ്. ഹബീബായ തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് അജ്മീർ ഖാജ തങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നത്. മുത്തുനബിയുടെ ഹയാത്ത് കാലത്തും ഹബീബായ തങ്ങളുടെ വഫാത്തിന് ശേഷവും ഒരുപാട് മഹാന്മാരെ പല ഭാഗങ്ങളിലേക്കും ദീനിന്റെ ദഅവത്തിന് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരുപാട് മഹാന്മാരെ പല സ്ഥലത്തേക്കും ഹബീബായ തങ്ങൾ പറഞ്ഞയച്ചിട്ടുണ്ട്. എന്തിനാണ്? ദീനിന്റെ ദഅവത്തിന് വേണ്ടിയിട്ടാണ്. അക്കൂട്ടത്തിൽ അജ്മീർ ഖാജ തങ്ങളെ മുത്തുനബി പറഞ്ഞയച്ചത് ഇന്ത്യയിലേക്കാണ് പറഞ്ഞയച്ചത്. എന്തിനു വേണ്ടിയാണ് പറഞ്ഞയച്ചത്? ഇവിടെ പരിശുദ്ധമായ ഇസ്ലാം ഹഖായ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ദീനിന്റെ ദഅവത്തിന് വേണ്ടിയിട്ടാണ്. ആ അജ്മീർ ഖാജ തങ്ങളുടെ ദർഗാ ഷരീഫ് ഉള്ളത് അജ്മീറിലാണ്, നമുക്കറിയാം. അവിടെ എത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. പോയവരുണ്ട്, അജ്മീർ പോയവരുണ്ടെങ്കിൽ ഒന്ന് ലൈവ് ചാറ്റിൽ അറിയിക്കുക. പോയിട്ടുണ്ട് ഉസ്താദെ അറിയിക്കുക. മാഷാ അല്ലാഹ്, എല്ലാവർക്കും കുടുംബസമേതം പോകണം, തൗഫീഖ് നൽകണം അല്ലാഹ്. അജ്മീർ പോയാൽ പിന്നെ മദീനത്തെത്തും. പടച്ചോനെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. അജ്മീർ ഖാജ തങ്ങൾ ജനിച്ചത് അതേ ഇറാനിലാണ് അജ്മീർ ഖാജ തങ്ങൾ ജനിച്ചത്. അവിടുത്തെ മദ്ഫൻ അത് അജ്മീറിലാണ്. അവിടുത്തെ ഖബർ ഷരീഫ് ഉള്ളത് അജ്മീറിലാണ്. ജനിക്കുന്ന എവിടെയാണ്? ഇറാനിലാണ്. ഇറാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. അവിടുത്തെ ഖബർ ഷരീഫ് ഉള്ളത് ഇന്ത്യയിലാണ്, അജ്മീറിലാണ്. ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ വലിയ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. അവിടുത്തെ 10ാം വയസ്സിൽ ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുടെ ഉപ്പ വഫാത്തായിട്ടുണ്ട്.
മഹാന്മാരൊക്കെ ചരിത്രം എടുത്തു നോക്കിയാൽ അവരിലൊക്കെ ഒരുപാട് ആളുകൾ, ഒരുപാട് മഹാന്മാർ യതീമായി വളർന്നവരാണ്. ഹാജാ തങ്ങളുടെ ഉപ്പ 10ാമത്തെ വയസ്സിൽ വഫാത്തായിട്ടുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ യതീമായി വളരുകയാണ്. വളർന്നത് മുഴുവനും ഉമ്മയുടെ തർബിയത്തിലാണ്. ഉമ്മയാണ് അജ്മീർ ഹാജാ തങ്ങളെ വളർത്തുന്നത്. മുഅ്മിനീങ്ങളെ, ചെറുപ്രായത്തിൽ തന്നെ നല്ല സ്വഭാവമാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് ഒരു വലിയ പെരുന്നാളിന്റെ ദിവസം അതേ ചെറിയ കുട്ടിയായ ഖാജാ തങ്ങൾ ഒരു നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത് അദ്ഖല അലൈഹി തിഫ്ലുൻ ഫഖീർ, വളരെ പാവപ്പെട്ട ഒരു കുട്ടി ഖാജാ തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ആ കുട്ടിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ആ കുട്ടിയുടെ മുഖത്ത് വലിയ ക്ഷീണമുണ്ട്. ഖാജാ തങ്ങൾക്ക് ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോ തന്നെ സങ്കടം തോന്നി. മാത്രമല്ല, വളരെ പാവപ്പെട്ട ഒരു കുട്ടിയാണ്. കീറിപ്പറിഞ്ഞ വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. നല്ല ഒരു വസ്ത്രം ആ കുട്ടിക്ക് ധരിക്കാനില്ല. കീറിപ്പറിഞ്ഞു പോയ വസ്ത്രമാണ്. മുഖത്ത് നോക്കിയാൽ തന്നെ പട്ടിണിയുടെ അടയാളങ്ങൾ കാണാനുണ്ട്. ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടിന്റെ അടയാളങ്ങൾ കാണാനുണ്ട്. ഖാജാ തങ്ങളും കുട്ടിയാണ്. പക്ഷേ കുട്ടിയാകുന്ന ഖാജാ തങ്ങൾക്ക് തന്റെ പ്രായമുള്ള മറ്റൊരു കുട്ടിയുടെ ഈ അവസ്ഥ കണ്ടപ്പോ വല്ലാതെ സങ്കടം വന്നുപോയി. ഖാജാ തങ്ങൾ ആ കുട്ടിയെ ചേർത്ത് പിടിക്കുകയാണ്. വിഷമത്തോടുകൂടെ സങ്കടത്തോടുകൂടെ ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രയാസം? ആ സമയത്ത് അജ്മീർ ഖാജാ തങ്ങളോട് ആ കുട്ടി പറയുകയാണ്, എന്റെ വാപ്പ മരണപ്പെട്ടു പോയി. എന്നെ പോറ്റാൻ ആളില്ല, എനിക്ക് വസ്ത്രം വാങ്ങിത്തരാൻ ആളില്ല. പെരുന്നാളിന്റെ ദിവസം പോലും എനിക്കൊരു നല്ല വസ്ത്രം ധരിക്കാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുള്ളത്. എനിക്ക് ഭക്ഷണം തരാൻ ആളില്ല, എനിക്ക് വസ്ത്രം തരാൻ ആളില്ല. ഈമാനുള്ള ഉമ്മമാരെ ചിന്തിച്ചു നോക്കിയേ. ചെറിയ കുട്ടിയായ ഖാജാ തങ്ങൾ ആ പാവപ്പെട്ട കുട്ടിയെ ഫഅഖദ ബിഹി ഇലാ ബൈതിഹി, ഖാജാ തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ടോ അജ്മീർ ഖാജാ തങ്ങളാകുന്ന കുട്ടി പെരുന്നാളിന്റെ ദിവസം ഇടാൻ വേണ്ടി വാങ്ങിവെച്ച പുതിയ വസ്ത്രം ആ പാവപ്പെട്ട കുട്ടിക്ക് നൽകുകയാണ്. തുല്യതയില്ലാത്ത സേവനം നടത്തുന്നു ചെറുപ്രായത്തിൽ തന്നെ അജ്മീർ ഖാജാ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്. അതുകൊണ്ട് തന്നെ അജ്മീർ ഖാജാ തങ്ങളുടെ ഒരു സ്ഥാനപ്പേരായിരുന്നു ഗരീബ് നവാസ്. ഗരീബ് നവാസ് എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ അത്താണി. അജ്മീർ ഖാജാ തങ്ങൾ അറിയപ്പെട്ടിരുന്നത് പാവങ്ങളുടെ അത്താണിയായിട്ടാണ്. ചെറിയ പ്രായത്തിൽ തന്നെ വലിയ സേവനായിരുന്നു. തനിക്ക് വാങ്ങിവെച്ച പുതിയ വസ്ത്രം അത് മറ്റൊരു കുട്ടിക്ക് വസ്ത്രമല്ല, പാവപ്പെട്ട ആളാണ്, ദാരിദ്ര്യമുള്ള ആളാണെന്ന് കണ്ടപ്പോ ആ കുട്ടിക്ക് അത് കൊടുക്കും. ഇത് ഖാജാ തങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ ഇങ്ങനത്തെ തുല്യതയില്ലാത്ത സേവന പ്രവർത്തനങ്ങൾ നടത്തിയ മഹാനാണ് ബഹുമാനപ്പെട്ട അജ്മീർ ഖാജാ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഹളറത്തിലേക്ക് മുസ്ലിമീങ്ങൾ മാത്രമല്ലല്ലോ, എത്രയോ അമുസ്ലിമീങ്ങളായ ആളുകൾ ആ ദർബാറിലേക്ക്, ആ ദർഗാ ശരീഫിലേക്ക് ഒഴുകിയെത്തുകയാണ്. അല്ലാഹ് നിങ്ങൾക്ക് അജ്മീറിൽ പോകണം, തൗഫീഖ് നൽകണം അല്ലാഹ്, തൗഫീഖ് നൽകണം അല്ലാഹ്.